ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാജിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ദേവയാനിയും രാഹുലും വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് രാജി കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ അമ്മേ, എൻ്റെ കയ്യിൽ അത്രത്തോളം ഒന്നും എത്ര ഈ ജന്മം മുഴുവൻ ഞാൻ ശ്രമിച്ചാലും അതൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ദേവിയത് എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ രാജി അവരോട് കേണപേക്ഷിക്കുന്ന പോലെ പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, എന്നാലേ നിന്നെ എല്ലാത്തിനും സഹായിക്കുന്ന ഒരാളുണ്ടല്ലോ, നിന്റെ പുതിയൊരു രക്ഷക. ആ, അവളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഹൈമോദി പറഞ്ഞു, അതെ അതെ, അവളാണെങ്കിൽ ഇപ്പോ കൈലാസത്തിൽ മഹേശ്വരന്റെ ഭാര്യയാണല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് നിസ്സാരമാണല്ലോ ഇതെല്ലാം എന്ന് പറഞ്ഞ് രാജിയെ കളിയാക്കുമ്പോൾ ഉടനെ ഹൈമവതി ദേഷ്യത്തോടെ അങ്ങനെ പറയുമ്പോൾ ദേവയാനി പറഞ്ഞു, അതെ, എൻ്റെ മകൻ നിന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനുള്ളതൊക്കെ അവൾ നിനക്ക് തന്നിട്ടുമുണ്ട്. വേണമെങ്കിൽ വല്ല നക്കാപ്പീച്ചയും തരാൻ നിനക്ക്. അതും വാങ്ങി വേഗം നീ സ്ഥലം വിടാൻ നോക്കിക്കോ എന്ന് രാജിയോട് വീണ്ടും ദേവയാനി പറഞ്ഞു. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് രാഹുലേട്ട എന്ന് വിളിച്ച് രാജി നിൽക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, ഒരു രാഹുലേട്ടൻ നിന്നോട് പറഞ്ഞു നീ കേട്ടില്ലേ? എൻ്റെ അമ്മയുടെ തീരുമാനം നീ കേട്ടില്ലേ? അമ്മ പറയുന്നതിനപ്പുറമൊന്നും എനിക്കൊരു തീരുമാനമില്ല. എൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവുമില്ല. നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായി ഒരിക്കലും അംഗീകരിക്കുകയുമില്ല എന്ന് പറഞ്ഞ് രാഹുൽ ശബ്ദമുയർത്തി. അപ്പോഴേക്കും ആകെ വിഷമത്തോടെ രാജി പറഞ്ഞു, അമ്മേ, ഞാൻ പറയുന്നു കേൾക്ക്. എന്താ നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച് സങ്കടത്തോടെ സംസാരിക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകനുള്ള ആ സ്ത്രീധനം നീ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ കഴിയാം. ഇത് കേട്ട ഉടനെ ശ്രേയ പറഞ്ഞു, നിന്നെ പോലെയുള്ളവരെയൊക്കെ ഇവിടെ താമസിപ്പിക്കാൻ ഇതെന്താ വല്ല അഗതി മന്ദിരമാണോ? പിന്നെ നിന്നോട് കാണിക്കുന്ന ഈ മര്യാദയുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നിന്നോട് ഇത്രയൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നത് അത് ഞങ്ങളുടെ മര്യാദ കൊണ്ട് മാത്രമാണ്, നീ കരുതിയാൽ മതി എന്നെല്ലാം പറഞ്ഞ് ദേവയാനിയുടെ മുന്നിൽ വെച്ച് രാജിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ശ്രേയയും സംസാരിച്ചു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, നിന്റെ പുതിയ രക്ഷകയോട് പറഞ്ഞാൽ മതി, അവൾക്ക് ഇത്രയൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്നെല്ലാം പറഞ്ഞ് ഗംഗയെയും കളിയാക്കുന്ന രീതിയിൽ ഹൈമവതി സംസാരിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ദേവയാനി പറഞ്ഞു, എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഹൈമവതി ചോദിച്ചു, നാത്തൂനെ, അവളെ പിടിച്ച് പുറത്താക്ക് നാത്തൂനെ, അവളുടെ കർണത്തിനൊത്ത് ഒന്ന് കൊടുത്ത് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിട്. ഇത് കേട്ട ഹൈമവതിയുടെ ചോദ്യം കേട്ട് ദേവയാനി പറഞ്ഞു, അതെ നാത്തൂനെ, ഞാനിവളെ തല്ലാൻ നിൽക്കാത്തതേ വെറുതെ എൻ്റെ കൈ നാറ്റിക്കണ്ട എന്ന് കരുതിയാണ്. ഇവളെ പോലുള്ളവരെയൊക്കെ തൊട്ട് എന്തിനാണ് ഞാൻ എൻ്റെ കൈ നാറ്റിക്കുന്നത്? അതുകൊണ്ടാണ് ഇവളെ ഞാൻ തല്ലാത്തത്. അല്ലെങ്കിൽ ഇവളെ ഇതിനു മുൻപേ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയനെ എന്ന് ദേവയാനി ഹൈമവതിയോട് അറിയിച്ചു. ഇത് കേട്ട് നിന്ന രാഹുൽ പറഞ്ഞു, ഇവളെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടതെന്ന് എനിക്കറിയാം, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വേഗം രാജിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് രാഹുൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. രാഹുലേട്ട വേണ്ട എന്ന് പറഞ്ഞ് രാജിയെ കരഞ്ഞു പറഞ്ഞിട്ടും രാഹുൽ അത് കേൾക്കാൻ കൂട്ടാക്കാതെ, ഇങ്ങോട്ട് വാടി, നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ദേവയാനിയുടെ മുന്നിൽ വെച്ച് രാജിയെ പിടിച്ചു വലിച്ചുകൊണ്ട് രാഹുൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കാഴ്ച കണ്ട് ഹൈമവതിയും ദേവയാനിയും ഒപ്പം ശ്രേയയും വളരെയേറെ സന്തോഷിച്ചു. നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഇറങ്ങി പോടി ഇവിടുന്ന്. എൻ്റെ ജീവിതത്തിലും ഈ വീട്ടിലും നിനക്ക് യാതൊരു സ്ഥാനമില്ലടി എന്ന് പറഞ്ഞ് രാഹുൽ രാജിയെ പുറത്തേക്ക് തള്ളിയിട്ടു. ഈ സമയത്ത് രാജി ചെന്ന് വീഴാനായി ഒരുങ്ങുമ്പോൾ കൃത്യമായി തന്നെ അവിടേക്ക് ഗംഗ എത്തണം. രാജി നിലത്തേക്ക് ചെന്ന് വീഴുമ്പോൾ ഗംഗയെ വേഗം വന്ന് രാജിയെ വീഴാതെ ചേർത്ത് പിടിച്ചു. രാജി നേരെ വന്ന് ഗംഗയുടെ ദേഹത്തേക്ക് തന്നെ വീഴുകയും ചെയ്തു. ഈ സമയത്ത് രാജിയോട് ഗംഗ ചോദിച്ചു, എന്താ എന്താ ഇവിടെ സംഭവിച്ചത്? എന്തു പറ്റി രാജി എന്ന് ഗംഗ അന്വേഷിച്ചു. ഉടനെ അവിടേക്ക് ഇറങ്ങി വന്ന രാഹുലും ദേവയാനിയും ശ്രേയയും ഹൈമവതിയും ഒക്കെ കലിയോടെ നോക്കി. അപ്പോഴേക്കും ഗംഗയോട് വിഷമത്തോടെ രാജി പറഞ്ഞു, ഗംഗേച്ചി, എന്നോട് 250 പവൻ സ്വർണവും 5 കോടി രൂപയും കൊടുക്കാനാണ് എന്നോട് പറയുന്നത്. എനിക്ക് അതിനൊന്നും കഴിയില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു സങ്കടത്തോടെ രാജി സംസാരിക്കുമ്പോൾ രാജിയെ നോക്കി ഗംഗ പറഞ്ഞു, എന്താ എന്താ ഇങ്ങനെയൊക്കെ? എന്താ ആൻറ്റി ഇതുപോലെയൊക്കെ ഇവിടെ തുടങ്ങുന്നത്? രാഹുലേട്ടൻ എന്തിനാണ് ഈ രീതിയിലൊക്കെ രാഹുലേട്ടൻ രാജിയോട് പെരുമാറുന്നത് എന്ന് ഗംഗ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ ജീവിതത്തിൽ കയറി നീ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ രാഹുലിനോട് ഗംഗ പറഞ്ഞു, രാഹുലേട്ടാ, ഇത് രാഹുലേട്ടൻ താലി കെട്ടിയ പെൺകുട്ടിയല്ലേ, പിന്നെ രാഹുലേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? ഉടനെ തന്നെ ഗംഗയുടെ നേരെ ശ്രേയയും ദേവയാനിയും ഗംഗയും തിരിഞ്ഞു. ഗംഗയോട്
ശ്രേയ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. നീ ഒറ്റയൊരാൾ കാരണമാണ് രാഹുലിന്റെ ജീവിതം ഈ അവസ്ഥയിലായത്. നീ കാരണമാണ് രാഹുൽ ഇതുപോലെയൊക്കെ വിഷമിക്കുന്നത്. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഗംഗ നല്ലത് എന്ന് ശ്രേയ ഗംഗയെ താക്കീത് ചെയ്തു. ഇത് കേട്ട ഗംഗ പറഞ്ഞു, എന്താ ആന്റി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ഗംഗ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഗംഗയെ മാറ്റി നിർത്തുന്ന രീതിയിൽ ഗംഗയെ മോശക്കാരിയാക്കുന്നത് പോലുള്ള സംസാരം രാഹുലിന്റെയും ദേവയാനിയുടെയും ഭാഗത്തു നിന്നുണ്ടായി. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും നിനക്ക് ഈ വീട്ടിലുള്ള നിന്റെ സ്ഥാനം എന്താ അത് നഷ്ടപ്പെടാതിരിക്കാൻ നീ നോക്കിക്കോ. നിനക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നീ ശ്രമിക്കുക. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നീ വലിഞ്ഞു കയറണ്ട എന്ന് പറഞ്ഞ് ഗംഗയോട് രാഹുൽ ദേഷ്യപ്പെടുമ്പോൾ ഗംഗ പറഞ്ഞു, രാഹുലേട്ടാ, ഇത് രാജിയുടെ ജീവിതമാണ്. അവളെ ഈ രാഹുലേട്ടൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ഞാനും കൂടി ഉത്തരവാദിയാണെന്നല്ലേ നിങ്ങളെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടതും എൻ്റെ ആവശ്യം തന്നെയാണ്. ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന രാജിയെ നോക്കി ഗംഗ വിളിച്ചു, രാജി, ഇതുപോലെ കരഞ്ഞിട്ടോ തോൽച്ചു കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. പ്രതികരിക്കണം. അതുകൊണ്ട് തന്നെ രാജി, നീ കയറി വാ എന്ന് പറഞ്ഞ് ഗംഗ രാജിയോട് കയറാനായി അറിയിച്ചു. 3 പേരോടും അവിടെ നിൽക്കുന്ന 3 പേരോടും ഗംഗ മാറി മാറി ചോദിച്ചു, നിങ്ങൾ രാജിയെ തിരിച്ച് വിളിക്കുന്നുണ്ടോ രാഹുലേട്ടാ? അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, ഇവളെ പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. അത് ഞാൻ തീർച്ചപ്പെടുത്തി. അത് കേട്ട ഉടനെ ഗംഗ രാജിയെ നോക്കി പറഞ്ഞു, കയറി വാ രാജി, ഇനി ഇങ്ങനെ അകന്നു മാറുന്നിട്ട് കാര്യമില്ല, പൊരുതുക തന്നെ, അത് മാത്രമാണ് ഇതിനുള്ള പോംവഴി. അപ്പോഴേക്കും ദേവയാനി ചോദിച്ചു, ഞാൻ പറയുന്ന അനുസരിക്കാതെ നിന്റെ തന്നിഷ്ടത്തിന് ഇവിടെ ഓരോന്നും ചെയ്യാമെന്നാണ് നീ കരുതുന്നത് എന്ന് ചോദിച്ച് ഗംഗയെ താക്കീത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഗംഗയുടെ ഉടനെ തന്നെ ദേഷ്യപ്പെടുന്ന ദേവയാനിക്ക് കൃത്യമായ മറുപടി ഗംഗ നൽകി. അതെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ 3 പേരും കൂടി ഈ പാവം പെൺകുട്ടിയെ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ നിർത്തി പീഡിപ്പിക്കുകയാണെന്നും ആ കുട്ടിയെ വല്ലാതെ വേദനിപ്പിക്കുകയാണെന്നുമുള്ള മൊഴി ഞാനും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും. അപ്പോൾ 4 പേർക്കും കൂടി അങ്ങ് സന്തോഷമായിട്ട് ജയിലിൽ പോയി കിടന്ന് അവിടെ നിന്ന് തിന്നാം. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ. എന്താ, അത് വേണോ? ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി അവിടെ സ്റ്റേഷനിൽ പോയി മൊഴി നൽകണോ എന്ന് ഗംഗ ചോദിക്കുമ്പോഴേക്കും രാഹുലും ശ്രേയയും ഹൈമവതിയും ദേവയാനിയും ഗംഗയുടെ ആ തീരുമാനത്തെ എതിർക്കാനാകാതെ ആകെ അങ്ങനെ പകച്ചു നിന്നു. അപ്പോഴേക്കും ഗംഗ രാജിയെ വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറി പോകണം. അതിനുശേഷം ഹൈമവതി ദേവയാനിയുടെ അരികിലെത്തി പറഞ്ഞു, നാത്തു സൂക്ഷിക്കണം. ആ പെണ്ണ് കണ്ടില്ലേ, ആ വലിഞ്ഞു കയറി വന്ന ആ ഗംഗയെന്ന് പറയുന്നവളുടെ രാജി എന്ന് പറയുന്നവളുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ നാത്തൂനെ പോലും ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ലാതെ ഒരു വില കുറച്ച രീതിയിൽ അവൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് ആ അടുക്കളക്കാരിക്ക് ഇത്രയും ധൈര്യം എവിടുന്ന് വന്നു നാത്തൂനെ എന്നെല്ലാം ഗംഗയുടെ പ്രവൃത്തിയെക്കുറിച്ച്, ഗംഗയുടെ അപ്പോഴത്തെ ആ പെരുമാറ്റത്തെക്കുറിച്ച് ഹൈമവതി പരാതിപ്പെട്ടു. ഇത് കേട്ട ദേവയാനി പറഞ്ഞു, ഈ ഗംഗയ്ക്ക് ഇനി അധിക ആയുസില്ല, അവള് തീരാൻ പോവുകയാണ്. ഇനി അധിക നാൾ അവളിങ്ങനെ ഈ വീട്ടിൽ വിലസില്ല, അത് തീർച്ചയായും. അവൾ ഈ ദേവയാനിയുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് ദേവയാനി ഹൈമവതിയോട് പറഞ്ഞു. അതിനുശേഷം ഗംഗ ആ ഡയറി എടുത്തുകൊണ്ട് വേഗം കൈലാസത്തിലേക്ക് മടങ്ങിയെത്തി. ഗംഗ രാത്രിയിൽ പോയി ആ ഡയറിയും എടുത്ത് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ എന്ന് ഭയത്തോടെ ഗംഗ ചുറ്റുപാടുമൊക്കെ നോക്കി. അതിനുശേഷം തൻ്റെ സാരി തലപ്പിനുള്ളിൽ അത് മറച്ചു പിടിച്ചുകൊണ്ട് പതുക്കെ ഗംഗ അകത്തേക്ക് കയറി വന്നു. റൂമിലെത്തിയതും ഉടനെ തന്നെ ഗംഗ വാതിലടിച്ചു. അതിനുശേഷം വേഗം ആ റൂമിൽ ജഗ്ഗിലെടുത്ത് വെച്ചിരുന്ന വെള്ളം തൻ്റെ ദാഹം മാറുന്നത് വരെ ഗംഗ കുടിക്കണം. പിന്നീട് ഗംഗ ആലോചിച്ചു, ദൈവമേ, ഗൗരീച്ചിയുടെ ഈ ഡയറിക്കുള്ളിൽ അതിനുള്ള മറുപടി ഉണ്ടാകണേ. ഗൗരീച്ചിയുടെ കൊലപാതകി ആരാണെന്ന് കണ്ടെത്താനുള്ള എന്തെങ്കിലും ഒരു സഹായം ഇതിൽ നിന്നുണ്ടാകണേ എന്ന് പ്രാർത്ഥനയോടെ വേഗം ഗംഗ ഡയറി തുറക്കാനായി ഒരുങ്ങി. അപ്പോഴാണ് ഗംഗയുടെ അരികിൽ വന്ന് ഗൗരി വിളിച്ചത്. ഗംഗെ എന്നുള്ള വിളി കേട്ടതും ഗൗരീച്ചി വന്നോ എന്ന് ചോദിച്ചു. ഗംഗ, നീ ഡയറി പോയി എടുത്തു അല്ലേ എന്ന് ചോദിച്ചതും അതേ ചേച്ചി എന്ന് ഗംഗ മറുപടി നൽകി. ഇപ്പോൾ ഞാൻ അതെടുത്ത് ഇവിടേക്ക് മടങ്ങി വന്നതേ ഉള്ളൂ എന്ന ഗംഗയുടെ മറുപടി കേട്ട് ഗൗരി ചോദിച്ചു, അല്ല ഗംഗെ, നമുക്ക് ഒരുമിച്ച് പോകാമെന്നല്ലേ ഗംഗ പറഞ്ഞത്? എന്നിട്ട് എന്താ എന്നെ അറിയിക്കാതിരുന്നത്, എന്നെ വിളിക്കാതിരുന്നത് എന്ന്
ചോദിച്ചതും ഉടനെ തന്നെ ഗംഗ ചുറ്റുപാട് നോക്കിയിട്ട് പറഞ്ഞു, ഗൗരിജി, ഞാൻ മനഃപൂർവ്വം ചേച്ചിയെ വിളിക്കാതിരുന്നതല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ചേച്ചിയെ വിളിക്കാമെന്ന് കരുതി. എന്തായാലും ശ്രീമഹേശ്വരന്റെ കരുണ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അതാ എന്ന് പറഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞത് ശരി തന്നെയാണ്. ശ്രീമഹേശ്വരന്റെ കാരുണ്യം കൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഗംഗ, ഇനി നീ സൂക്ഷിക്കണം. ഇനി നീ എവിടെ പോയാലും എന്നെ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞു. ശരി ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് ഗംഗ മറുപടി നൽകി. നിനക്കറിയോ, ചുറ്റുപാടും ശത്രുക്കളാണ്. അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് നിനക്കറിയില്ലേ? സത്യത്തിൽ അന്ന് ഞാൻ ഈ ഡയറിയിൽ എഴുതിയത് എൻ്റെ സ്വന്തം വരികളാണെങ്കിൽ പോലും, ഞാനാണ് എഴുതിയതെങ്കിൽ പോലും ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല. അതെല്ലാം ഞാൻ മറന്നു പോയിരിക്കുന്നു. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ നിനക്ക് ഈ ഡയറി കാത്തു സൂക്ഷിക്കേണ്ടി വരികയും ഇതുപോലെ ഭദ്രമായി വെക്കേണ്ടി വരികയും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇനി ഡയറിയിൽ എന്താ ഉള്ളതെന്ന് വായിച്ചു നോക്കാം എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. ശരി ഗൗരിജി എന്ന് പറഞ്ഞ് ഗംഗ വേഗം ആ ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ താൾ വായിക്കുമ്പോൾ മഹിയോടൊപ്പം വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടുജോലികൾ ചെയ്യുന്നതിൽ പലപ്പോഴും ദേവയാനി കുറ്റപ്പെടുത്തലുകളുമായി പിന്നാലെ കൂടുന്നത് അന്ന് കൃത്യമായി തന്നെ ഗൗരി ശ്രദ്ധിച്ചിരുന്നു. ഗൗരി ഒരു ദിവസം കൈലാസം വീടിൻ്റെ തറ തുടച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇവളിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നാലോചിച്ച് ദേവയാനി വേഗം ഗൗരിക്കരികിലേക്ക് എത്തി. ഗൗരി, നീ എന്താ ഈ ചെയ്യുന്നത്? അതെ, എന്ത് ജോലി ചെയ്താലും അതിനൊരു ആത്മാർത്ഥത വേണം, അത് ഭംഗിയാകണമെന്നൊരു ചിന്തയും വേണം. ഇത് ആർക്കോ വേണ്ടി എന്ത് ചെയ്തു വെക്കുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു ദേവയാനി ഗൗരിയെ കുറ്റപ്പെടുത്തി. ഇത് കേട്ട ഗൗരി പറഞ്ഞു, അതെ, ഇത് ഞാൻ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥതയോടെ തന്നെയാണ്, അല്ലാതെ വെറുതെ ജോലി ചെയ്തുവെന്ന് ഫലിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്ന് കൃത്യമായി തന്നെ ഗൗരി മറുപടി നൽകുമ്പോൾ ദേവയാനി പറഞ്ഞു, ഓഹോ, അത്രയ്ക്കായോ? നീ ഇവിടെയെല്ലാം തുടച്ചിട്ട് കണ്ടില്ലേ ഇതൊക്കെ എവിടെയെങ്കിലും വൃത്തിയുണ്ടോ എന്ന് ചോദിച്ച് ഗൗരിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഗൗരി ദേവയാനിയോട് പറഞ്ഞു, അതെ, ഞാൻ ചെയ്തിട്ട് ഇനി അമ്മയ്ക്ക് ബോധിച്ചില്ല എങ്കിൽ അമ്മ തന്നെ ചെയ്തു, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചതും ദേവയാനി ചോദിച്ചു, പിന്നെ ഞാൻ ചെയ്യാനോ? ഞാൻ ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ ജോലിക്കാരുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ദേവയാനിയോട് ഉടനെ ഗൗരി പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൽ എനിക്ക് അതിൽ കുറച്ചിലും തോന്നിയിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് അത് കുറച്ചിലായി തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. ആ സ്വന്തം വീട്ടിൽ എന്ത് ജോലി ചെയ്യുന്നതിലും യാതൊരു കുറച്ചിലും കാണേണ്ട ആവശ്യവുമില്ല എന്ന് ഗൗരി ദേവയാനിയോട് മറുപടി നൽകി. ഇതെല്ലാം കേട്ടതിന് ശേഷം ദേവയാനി കലിയോടെ പറഞ്ഞു, ഓഹോ, നീ അത്രയ്ക്കായോ? നീ എന്നോട് തറുതല പറയാറായോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കിൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിന്നെ ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും. എൻ്റെ മകനെ തട്ടിയെടുത്തിട്ട് നീ ഇപ്പോൾ ഈ വീട്ടിൽ വലിയ കൊച്ചമ്മ ചമയാനുള്ള ശ്രമമൊന്നും നടത്തണ്ട എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അതെല്ലാം കേട്ടു നിന്ന ഗൗരി പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ. അമ്മയോട് മനഃപൂർവ്വം ഞാൻ സംസാരിക്കാൻ വന്നതല്ലല്ലോ. അമ്മ വെറുതെ എന്നോട് വഴക്കിടാനായി എത്തിയതല്ലേ എന്ന് ദേഷ്യത്തോടെ ദേവയാനിയോട് ഗൗരി ചോദിച്ചു. എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവയാനി ഗൗരിയുടെ നേരെ തിരിയുമ്പോൾ ഗൗരി പറഞ്ഞു, അതെ, കാര്യം നിങ്ങൾ എൻ്റെ മഹിയേട്ടൻ്റെ അമ്മയൊക്കെ തന്നെയാണ്. പക്ഷേ അമ്മയ്ക്ക് നൽകുന്ന ഒരു സ്ഥാനവും ബഹുമാനവും ഒക്കെയുണ്ട്. അത് നിങ്ങളായിട്ടില്ലാതാക്കരുത്, എനിക്കത്രേ പറയുവാനുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തൻ്റെ ജോലി പൂർത്തിയാക്കി അവിടെ നിന്ന് ഗൗരി പോകുമ്പോൾ ഗൗരിയുടെ ദേഷ്യപ്പെടലും അവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് മഹി അവിടേക്ക് എത്തി. ഉടനെ ദേവയാനി മഹിയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, മോനെ, ഇവള് എന്നോടിപ്പോൾ പറഞ്ഞാൽ നീ കേട്ടില്ലേ, ഇവളെന്നെ കൊന്നു കളയുമെന്ന് എന്ന് പറഞ്ഞതും വേഗം തന്നെ ഗൗരി പറഞ്ഞു, ഇല്ല മഹിയേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ വെറുതെ പറയുന്നതാ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, ഇല്ല, എനിക്കെൻ്റെ അമ്മയെ അറിയാം, അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു വീണ്ടും ഗൗരിയെ മഹി കുറ്റപ്പെടുത്തി. ഗൗരിയുടെ എല്ലാ നീക്കങ്ങളും ഗൗരിയെ ശരിക്കും ഒരു കുറ്റക്കാരിയാക്കി മാറ്റാനുള്ള ശ്രമം കൃത്യമായി ഫലിച്ച സന്തോഷത്തിൽ ദേവയാനി വേഗം ഗൗരിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, നീ കേട്ടല്ലോ, എൻ്റെ മകന് നിന്നേക്കാളും കാര്യമാണ് എന്നെ. അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഞാൻ കൊല്ലാൻ പറഞ്ഞാൽ പോലും എൻ്റെ മകൻ നിന്നെ ഇല്ലാതാക്കും. അതാണ് സംഭവിക്കുന്നത്, മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുമ്പോൾ ആകെ വിഷമത്തോടെ അവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് ആകെ സങ്കടത്തിലായിരുന്ന ഗൗരി അന്ന്
ദേവയാനിയുടെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാം ആലോചിച്ച് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് ആ ഡയറി വായിക്കുന്ന സമയത്ത് വെങ്കി അത് വായിക്കുമ്പോൾ ഗൗരി അതെല്ലാം ഓർത്തെടുത്തു. ഗൗരി വെങ്കിയോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ ഓർമ്മ വരുന്നുണ്ട് മോളെ. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഇനി കൃത്യമായി അടുത്ത പേജ് വായിച്ചാൽ കൃത്യമായിട്ടുള്ള അന്നത്തെ സംഭവങ്ങൾ കിട്ടും. ശരിക്കുള്ള സംഭവം അന്ന് നടന്നതാണ് എന്ന് പറഞ്ഞു. അത് അടുത്ത പേജ് വായിക്കുമ്പോഴേക്കും ഗൗരി തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അവിടേക്ക് ദേവയാനി തൻ്റെ കുറേ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് ഗൗരിയുടെ അരികിൽ കൊണ്ടുവന്നിട്ടു. ഇതെല്ലാം വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു ദേവയാനി അത് ഗൗരിയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയത്. ഇതെല്ലാം കേട്ടു നിന്ന വെങ്കി ചോദിച്ചു, ആൻറ്റി ഇത്രത്തോളം ഒക്കെ ചെയ്യുമായിരുന്നോ? ഇത്രയും ദുഷ്ടയായിരുന്നു ആൻറ്റി എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ ഇത്രത്തോളം പ്രശ്നക്കാരിയാണോ ആള് എന്ന് അന്വേഷിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇത്രയൊക്കെ അവരോട് ഇനി മിണ്ടാതെ ഒതുങ്ങി മാറുന്നതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് ഗൗരി വെങ്കിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും വെങ്ക പറഞ്ഞു, ഗൗരിച്ചി വല്ലാതെ സഹിച്ചുവല്ലേ, വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു ഈ വീട്ടിലല്ലേ എന്ന് ചോദിച്ചപ്പം ഗൗരി പറഞ്ഞു, എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇപ്പം അതിനേക്കാൾ ഉപരി പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ ഇന്നും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഗംഗയോട് ഗൗരി പറയണം. അതിനുശേഷം പിറ്റേ ദിവസത്തെ ആ പ്രത്യേകത എന്താണെന്നറിയാനായി അടുത്ത ദിവസത്തെ ഡയറി വായിച്ചു. അന്ന് ഗൗരി പുറത്തുപോയി ഒരു ഡയമണ്ട് ലോക്കറ്റ് മേടിച്ചുകൊണ്ട് വീട്ടിലെത്തി. അന്ന് മാളുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോൾക്ക് ഗിഫ്റ്റ് നൽകാനായിട്ടായിരുന്നു ഗൗരി അത് പർച്ചേസ് ചെയ്ത്. അപ്പോഴേക്കും ഗൗരിയുടെ അരികിലേക്ക് എത്തി ദേവയാനി അതെല്ലാം നോക്കി കൊള്ളാം എന്നിങ്ങനെ ഇഷ്ടമില്ലാതെ പറഞ്ഞു. പെട്ടെന്ന് ഗൗരിയുടെ ഇഷ്ടമില്ലാതെയുള്ള സംസാരം കേട്ട് ഉടനെ ഗൗരി ദേവയാനിയോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നന്വേഷിച്ചപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ഇതേ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതാണ് അവളുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി ചോദിച്ചു, അതെ കൊച്ചു കുട്ടികൾക്ക് ഇതുപോലുള്ള ഡയമണ്ടൊക്കെയാണോ കൊടുക്കേണ്ടത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്? ഭീകരി പിള്ളേർക്ക് അതിൻ്റെ വല്ല മൂല്യം അറിയാവോ? അതുകൊണ്ട് വല്ല ചെറിയ സമ്മാനമല്ലോ, അതും നീ എൻ്റെ മകൻ്റെ സ്വത്ത് കണ്ട് അവൻ്റെ സമ്പാദ്യം കണ്ട് നീ ഇങ്ങനെ ആളാവേണ്ട കാര്യമില്ല. നിൻ്റെ കൊച്ചിന് നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, അതാ വേണ്ടത് എന്ന് പറഞ്ഞതും ഗൗരി വേഗം ദേവയാനിയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല എനിക്ക് ഒരു കാര്യം കൂടി അറിയാൻ. ദേവയാനി ആ ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചതിനെ കുറ്റപ്പെടുത്തി ഗൗരിയോട് സംസാരിച്ചു. നിന്റെ മകൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണമായിരുന്നു എന്ന് ഗൗരിയോട് ദേവയാനി അറിയിച്ചു. എൻ്റെ മകൻ്റെ വല്ലവരുടെയും പണം കണ്ടിട്ടല്ല മകൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞതും ഗൗരി ചോദിച്ചു, അതെന്താ എനിക്കും മഹിയേട്ടനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലേ? മഹിയേട്ടൻ എൻ്റെ ഭർത്താവാണ്. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പണം ചിലവാക്കിയത്. അതും മാത്രമല്ല ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മഹിയേട്ടന് മോൾക്ക് വാങ്ങിച്ച ഈ സമ്മാനത്തിന് പണം എടുക്കുവാനുള്ള അത്രയും സമ്പാദ്യം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് മഹിയേട്ടനുണ്ട് എന്ന് ഗൗരി ദേവയാനിയോട് പറഞ്ഞു. അതിനുശേഷം ആ ഡയമണ്ടും എടുത്തുകൊണ്ട് ദേവയാനിക്കരികിൽ നിന്ന് ഗൗരി പോകാൻ തുടങ്ങുമ്പോൾ ദേവയാനിയോട് ഗൗരി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ മര്യാദ കൊണ്ട് മാത്രം ഞാൻ പറയാതെ പോകുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗൗരി അന്ന് ദേവയാനിയുടെ അരികിൽ നിന്ന് പോയി. അന്നത്തെ ദേവയാനിയുടെ ആ പ്രവർത്തികളും വെല്ലുവിളികളുമായിരിക്കുമോ ശരിക്കും ഗംഗയുടെ മരണത്തിന് കാരണമെന്നും അതിൻ്റെ യഥാർത്ഥ കാരണക്കാരി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാത്തതിൻ്റെ നിരാശയനുമായി ആ നിമിഷം. അപ്പോഴും എല്ലായിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായാലും പെൺകുട്ടികളെ ഈ രീതിയിൽ വേദനിപ്പിക്കാൻ കൃത്യമായി തന്നെ ദേവയാനിയെപ്പോലുള്ളവർ ഉണ്ടാകുമെന്നുള്ള ആശങ്ക അപ്പോഴേക്കും ഗംഗയുടെയും ഗൗരിയുടെയും മനസ്സിലേക്കെത്തി. ഗൗരിയുടെ അന്നത്തെ ആ മരണത്തിന് പിന്നിൽ ശരിക്കും ദേവയാനിയുടെ കറുത്ത കരങ്ങൾ തന്നെയായിരിക്കുമോ എന്ന് ഇരുവരും ആശ്ചര്യപ്പെടുന്നു.